അല്ല, അത് ഈ പാർട്ടിയായിട്ട് അല്പം പിണങ്ങിയ കാലത്ത് എഴുതിയതാണ്. പിന്നെയാണ് ഡൽഹിയിൽ വെച്ച് കോംപ്രമൈസ് ആയത്. കോംപ്രമൈസ് ആകുമ്പോഴേക്കും DC ബുക്സുകാരിൻ്റെ പബ്ലിസിറ്റി കൊടുത്തുപോയി. അതുകൊണ്ട് പറ്റിയതാണ്. ഇത് അധികം എഴുതാതെ നിന്ന് DC ബുക്സിനെ പോലത്തെ ഒരു സ്ഥാപനം ഒരിക്കലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു കള്ളത്തരം ചെയ്യുന്നവരല്ല. അല്ല, അതേതായാലും അദ്ദേഹം എഴുതിയെന്നുള്ളൊരു വാസ്തവമാണ്. അതിനെ ഇനിയിപ്പോൾ എന്ത് അദ്ദേഹം സർക്കസ് മലക്കം പറഞ്ഞാലും എഴുതിയത് വസ്തുതയാണ്. കാരണം DC ബുക്സ് ഒരു റെപ്യൂട്ടഡ് സ്ഥാപനമാണ്. അതൊരിക്കലും ഒരു വഞ്ചന കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ല, അത് CPM-ൻ്റെ ആഭ്യന്തര കാര്യമാണ്. അവരെ വിമർശിക്കുന്ന ഒരു വ്യക്തിയെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആഭ്യന്തര കാര്യം. അതിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം ബാധിക്കും. കാരണം സരിനെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ബുക്കിൽ എഴുതിയിട്ട് പിന്നീട് അദ്ദേഹത്തിന് ഒരു പ്രചരണത്തിന് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവുമല്ലോ. കിട്ടുന്ന ആയുധങ്ങൾ എല്ലാവരും പ്രയോഗിക്കുമല്ലോ. ആ കൂട്ടത്തിൽ UDF-ന് കിട്ടിയൊരു ആയുധമാണ്, അത് പ്രയോഗിക്കും. അതിന് സംശയം എന്താ? അതെ, ശശി കാര്യക്ഷമതയുള്ള വ്യക്തിയാണെന്ന് പിണറായി നേരത്തെ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ പിന്നെ എന്തിനാണ് ശശീനെ നയനാർ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ സ്ഥാനത്ത് മാറ്റിയത്? എന്തിന് ശശീനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി? അതും കാര്യക്ഷമതയുടെ ഭാഗമായിട്ടാണോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് സമൂഹത്തിൽ. ഇല്ല, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. പക്ഷേ ഈ പ്രചരണത്തിനനുസരിച്ച് ഒരു റെസ്പോൺസ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാലത്ത് തന്നെ കണ്ടതാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിലും ബൈ ഇലക്ഷനിലൊക്കെ കാടിളക്കിയ പ്രചരണം നടത്തി. പക്ഷേ ആ പ്രചരണത്തിനനുസരിച്ചൊരു പോളിംഗ് ഉണ്ടാവുന്നില്ല. അത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ വ്യാജ വോട്ടിൻ്റെ ഇരയാണല്ലോ ഞാനും. തൃശ്ശൂർ 56,000 വോട്ട് BJP ചേർത്തു എന്ന് അവർ തന്നെ സമ്മതിച്ചു. അപ്പോൾ അതിന് BLO-മാർ അവരെ സഹായിച്ചു. പാലക്കാട് ഞാൻ ചോദിക്കുന്നത്, BLO-മാരെയാണ് അവിടെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. ആരാ BLO-മാരെ വയ്ക്കുന്നത്? ആരാ കേരളം ഭരിക്കുന്ന UDF ആണോ? അപ്പോൾ LDF-കാർ വെച്ച CPM-കാർ വെച്ച ഉദ്യോഗസ്ഥന്മാർ BJP-കാരുടെ വോട്ട് കള്ളവോട്ട് ചേർത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, 13-ാം തീയതി ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ ആരോപണം വരുമോ? ഇപ്പോൾ 13-ാം തീയതി ചേലക്കരയുടെ കൂടെ ഇലക്ഷൻ നടത്താനല്ലേ തീരുമാനിച്ചത്, വയനാടിൻ്റെയും കൂടെ. അന്ന് ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ ഈ ആരോപണം പറയുമോ? അപ്പോൾ ഇത് ഇലക്ഷൻ നീണ്ടപ്പോൾ സബ്ജക്റ്റ് പറയാനില്ലാത്തതുകൊണ്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കരുത്. ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കൂടെ വോട്ട് ചേർക്കുന്നത് നല്ല ഏർപ്പാടല്ല. ഇപ്പോൾ ഞാൻ 2011 വട്ടിയൂർക്കാവ് MLA ആയതിനു ശേഷം ഞാൻ പിന്നെ മാറി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വോട്ട് മാറിയിട്ടില്ല. നിങ്ങൾക്ക് രേഖ പരിശോധിച്ചാൽ കാണും. എൻ്റെ പിതാവ് എല്ലാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം മുരളി മന്ദിരം തൃശ്ശൂർ അഡ്രസ്സിലാണ് അദ്ദേഹം വോട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുമ്പോൾ മാളയിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് വീട് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ താമസം തൃശ്ശൂർ തന്നെയായിരുന്നു. പക്ഷെ അന്നും ആ അഡ്രസ്സ് തന്നെയാണ്. മാളയിൽ അദ്ദേഹം 65 മുതൽ 91 വരെ മത്സരിച്ചപ്പോഴും 96 തൃശ്ശൂരും 98 തിരുവനന്തപുരത്തും 99 മുകുന്ദപുരത്തും എല്ലാം മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഒന്ന് തന്നെയായിരുന്നു. എല്ലാവരും അതാത് അഡ്രസ്സിൽ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇത് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഉന്നയിക്കേണ്ട സമയത്ത് ആരും ഉന്നയിച്ചില്ല. അതായത് 13-ാം തീയതി ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ വിഷയം വരില്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് ഏതായാലും ജില്ലാ കളക്ടർ അന്വേഷിക്കട്ടെ.